നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ആംബിഗ്വിറ്റി ഇൻ ഗ്രാമറാണ്. ആംബിഗ്വിറ്റി ഇൻ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എടുക്കുകയാണ്. അതിൻ്റെ പ്രൊഡക്ഷൻസ് യൂസ് ചെയ്തിട്ട് ഒന്നിലധികം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനോ ഒന്നിലധികം റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനോ നമുക്ക് ഡിറൈവ് ചെയ്യാൻ ഒരേ സെയിം സ്ട്രിങ്ങിന് തന്നെ ഒന്നിലധികം ലെഫ്റ്റ് മോസ്റ്റോ അല്ലെങ്കിൽ റൈറ്റ് മോസ്റ്റോ ആയിട്ടുള്ള ഡെറിവേഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഗ്രാമറിനെയാണ് നമ്മൾ ആംബിഗ്വസ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് എ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ജി ജനറേറ്റ്സ് ടു ഡിഫറെൻറ്റ് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഓർ ടു റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഫോർ ദ സെയിം സ്ട്രിങ് ഈസ് കോൾഡ് ആംബിഗ്വസ് ഗ്രാമർ. പക്ഷേ ഇതിനകത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് മോസ്റ്റും ഒരു റൈറ്റ് മോസ്റ്റും ചെയ്തു വെച്ചിട്ട് ഒരിക്കലും ആ ഗ്രാമർ ആംബിഗ്വസ് ആണെന്ന് പറയരുത്. നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു ലെഫ്റ്റ് മോസ്റ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ട് ലെഫ്റ്റ് മോസ്റ്റ്, അതായത് രണ്ട് രീതിക്ക് ആ സ്ട്രിങ് നമുക്ക് ഡിറൈവ് ചെയ്ത് ലെഫ്റ്റ് മോസ്റ്റ് യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് കാണിക്കണം. അല്ലെങ്കിൽ എല്ലാം RMT ആണെങ്കിൽ രണ്ട് രീതിക്ക് RMT യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിം സ്ട്രിങ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് കാണിക്കണം. ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻസിനകത്തുള്ള ആ ഒരു പ്രൊഡക്ഷൻ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ E ടെൻസ് ടു E പ്ലസ് ഇയും E ടെൻസ് ടു E സ്റ്റാർ ഇയും E ഈക്വൽ ടു ID. ഇങ്ങനൊരു കേസ് വരുവാണെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത് ID പ്ലസ് ID സ്റ്റാർ ID. ഈ ഒരു തന്നിരിക്കുന്ന ഗ്രാമർ ആംബിഗ്വസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം ഞാനിവിടെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. E പ്ലസ് E എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ കിടക്കുന്ന ഇക്ക് ഞാൻ ID എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ രണ്ടാമത് കിടക്കുന്ന ഇക്ക് E സ്റ്റാർ E എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. അപ്പം രണ്ടാമത് കിടന്ന ഇനെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്ത ആദ്യത്തെ ഇക്ക് ഞാൻ ID എന്നും കൊടുക്കുന്നു. രണ്ടാമത്തെ ഇക്കും അതിനുശേഷം ഞാൻ ID എന്നും കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഔട്ട്പുട്ടായിട്ട് ID പ്ലസ് ID സ്റ്റാർ ID. അപ്പം ഒരു രീതിക്ക് ഞാൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ചെയ്തു. ഇനി രണ്ടാമത്തെ സമയത്ത് ഞാൻ ചെയ്യുന്നത് E പ്ലസ് ഇക്ക് പകരം ഞാനിവിടെ ഇനെ E സ്റ്റാർ E ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ലെഫ്റ്റ് മോസ്റ്റിൽ കിടക്കുന്ന ഇനെ ഞാൻ E പ്ലസ് E ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ആദ്യത്തെ ഇക്ക് IDയും രണ്ടാമത്തെ ഇക്ക് IDയും കൊടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റത്തെ ഇക്കും ഞാൻ ID കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് എന്താ കിട്ടി? ID പ്ലസ് ID സ്റ്റാർ ID. അതായത് എനിക്ക് സെയിം സ്ട്രിങ് സെയിം ആയിട്ടുള്ള ഔട്ട്പുട്ട് രണ്ട് രീതിക്ക് LMD യൂസ് ചെയ്തിട്ട് ഞാനിപ്പം ഡിറൈവ് എടുത്തിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്ന ഗ്രാമർ ആംബിഗ്വസ് ആണെന്ന് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി ആംബിഗ്വിറ്റിയുടെ ഒരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലത്തിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഷോ ദാറ്റ് ദ ഗിവൺ ഗ്രാമർ ഈസ് ആംബിഗ്വസ്. ഗ്രാമർ എങ്ങനെയാണ്? S ടെൻസ് ടു A, S ടെൻസ് ടു SA /BSS /SSB /SBS. അതാണ് നമ്മുടെ ഗ്രാമർ. അപ്പോൾ ആദ്യമേ ഞാനൊരു സ്ട്രിങ് കൺസിഡർ ചെയ്യുവാണ്. AAB. ഈ ഒരു സ്ട്രിങ് ഞാൻ LMDയോ RMDയോ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്തിട്ട് 2 തവണ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിവിടെ LMD ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ എസ്സിനെ ഞാൻ SSB ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിനകത്തുള്ള ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് കിടക്കുന്ന എസ്സിനെ ഞാൻ വീണ്ടും SA എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ കിടക്കുന്ന എസ്സിനെ ഞാൻ വീണ്ടും A എന്ന് കൊടുക്കുന്നു. എന്നിട്ട് രണ്ടാമത് കിടന്ന S ഉണ്ടല്ലോ, ആ ആളിനെ ഞാൻ എന്താ ചെയ്യുന്നത്? BSS എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് ആ എസ്സിന് ഞാൻ ആദ്യം കിടക്കുന്ന എസ്സിന് ഞാൻ A എന്നും രണ്ടാമത് കിടക്കുന്ന എസ്സിന് പിന്നെ ഞാൻ A എന്നും പറഞ്ഞ് കൊടുക്കുന്നു. അപ്പം എനിക്ക് ലാസ്റ്റ് AAB എന്ന് പറഞ്ഞ് ഉള്ള സ്ട്രിങ് ഞാൻ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. അപ്പം അതിനെ ഞാൻ ഡെറിവേഷൻ ട്രീ അല്ലാതെ യൂസ് ചെയ്തിട്ട് ലെഫ്റ്റ് ഡെറിവേഷൻ എങ്ങനെ കൊടുത്തതെന്നാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ രണ്ടാമത് അതിനെ വീണ്ടും ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ മറ്റൊരു രീതിക്ക് യൂസ് ചെയ്യാൻ പോവുകയാണ്. എസ്സിനെ ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. SBS ഇട്ടാണ് ഞാൻ ഇപ്പം എസ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഫസ്റ്റത്തെ എസ്സിനെ ഞാൻ SA എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അതിൽ ലെഫ്റ്റ് മോസ്റ്റ് കിടക്കുന്ന എസ്സിനെ ഞാൻ A എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം റൈറ്റ് മോസ്റ്റ് കിടന്ന ഞാൻ എടുക്കാൻ ബാലൻസ് ഉള്ള എസ്സിന് ഞാൻ SSB എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ആ ആദ്യത്തെ എസ്സിന് ഞാൻ, അതായത് ആദ്യത്തെ ലെഫ്റ്റ് മോസ്റ്റ് എസ്സിന് ഞാൻ A എന്നും രണ്ടാമത്തെ ലെഫ്റ്റ് മോസ്റ്റ് എസ്സിന് ഞാൻ A എന്നും കൊടുക്കുന്നു അടുത്ത സ്റ്റെപ്പായിട്ട്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? AAB. അപ്പം ഞാൻ രണ്ട് രീതിക്ക് ഇപ്പം, അതായത് ആദ്യമേ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ ഒരു മെത്തേഡ് ഇതേപോലെ ചെയ്ത് SSB കൊടുത്തു, അങ്ങനെ അവിടെ ഡെറിവേഷൻ കൊടുത്ത് ചെയ്തു. ഇവിടെ ഞാൻ വീണ്ടും മറ്റൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വീണ്ടും ഞാനത് ഡിറൈവ് ചെയ്തു. അതിനെ ഞാൻ LMD യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ ഗ്രാമർ ഈസ് ആംബിഗ്വസ്. ഈ ഒരു രീതിക്കാണ് നമുക്ക് ആംബിഗ്വിറ്റി പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറയാം. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമർ നമ്മൾ എടുക്കുന്ന സമയത്ത്
ആ ഗ്രാമർ, അതായത് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്ഷൻസ് യൂസ് ചെയ്തിട്ട് സെയിം സ്ട്രിങ് തന്നെ ഒന്നിലധികം തവണ LMDയും RMDയും യൂസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അതേപോലത്തുള്ള ഗ്രാമറിനെയാണ് ആംബിഗ്യസ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡെറിവേഷൻ ട്രീ വെച്ച് ഞാൻ അങ്ങനെ ഡിറൈവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത്രയുള്ള ആംബിഗ്യസ് ഗ്രാമർ.